നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ്. ഫൈസലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ പാതയിലാണ് വയനാട്. അവർ ആദ്യമായി അതിനുശേഷം ആ വലിയ ദുരിതത്തിന് ശേഷം ആദ്യമായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഏത് തരത്തിലുള്ള ഒരു പ്രചാരണമാണ് വയനാട്ടിലുള്ളത്? കുട്ടിക്കലാശം, ബൈക്ക് ഷോ ഇതൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ വയനാട്ടിൽ? അജിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ദുരന്തം കഴിഞ്ഞിട്ടുള്ള ആദ്യ തിരഞ്ഞെടുപ്പിനെയാണ് വയനാട് നേരിടാനൊരുങ്ങുന്നത്. വയനാട് എല്ലാ കാലത്തും നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-നൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ്. ഏത് മേഖല എടുത്തു നോക്കിയാലും അതിലൊരു മുൻതൂക്കം UDF-നൊപ്പം ഉണ്ട് എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം. എന്നാൽ ഈ ഒരു UDF-ന്റെ കോട്ട പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് LDF ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നേരിടാനൊരുങ്ങുന്നത്. അജി സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരന്തത്തിന് ശേഷം ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൽപ്പറ്റയിൽ അതിവേഗം പുരോഗമിക്കുന്നു. ചുരൻ ബദൽ മാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അങ്ങനെ സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ തന്നെ നിറവേറ്റാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ വയനാടിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. ഇന്ന് രാവിലെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിലേക്കാണ് LDF-ഉം UDF-ഉം ഒക്കെ തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടുകൂടി ഈ മുന്നണികളൊക്കെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാദേശിക തലങ്ങളിൽ ഏറ്റവും അധികം വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി 3 നഗരങ്ങളാണുള്ളത്. ഈ 3 നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഏറ്റവും അധികം ആളുകളെ എത്തിപ്പിച്ചുകൊണ്ട് കൂടുതലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടികളൊക്കെ തന്നെ ശ്രമിക്കുന്നത്. മറ്റ് പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ എത്രയോ ആളുകൾ എത്തിക്കാൻ കഴിയുമോ ആ ആളുകളെയൊക്കെ എത്തിച്ചുകൊണ്ട് തൻ്റെ മുന്നണിയുടെ ശക്തി കാണിക്കുക എന്നുള്ളതായിരിക്കും എല്ലാ മുന്നണികളും മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF ഈ LDF-ന്റെ ഭരണവിരുദ്ധ വികാരം ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് പ്രചാരണം നടത്തുമ്പോൾ LDF അതായത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ടാണ് നിലവിൽ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അജി,